എന്താടാ, എനിക്കിങ്ങോട്ട് വന്നൂടെ? ആ, നീ വാ. ഹർഷ, നിന്റെ പ്രശ്നം എന്താ? എന്ത്? നീ എന്താ പിന്നെ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? എങ്ങനെ? ഹർഷദ, ശരിയാ, ഞാൻ നിന്നോട് പറഞ്ഞില്ല. അതെന്റെ തെറ്റ് തന്നെ. പറ്റിപ്പോയടാ, സോറി. നീ ഇങ്ങനെ വെറുതെ എൻ്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിന്റെ പേഴ്സണൽ കാര്യമല്ലേ. നിനക്കതെന്നോട് പറയാൻ തോന്നിയില്ല. അത് വിട്ടേരെ, അത്രേ ഉള്ളൂ. പേഴ്സണൽ കാര്യമോ? നമുക്കിടയിൽ അങ്ങനെ വല്ലതും പറയടാ. എന്താ നിനക്ക് പറഞ്ഞു മുഴുവിപ്പിക്കാൻ പറ്റണില്ലേ? ഹർഷ, എന്താ? ഹർഷ, അച്ഛനാണോ വന്നേ? ലച്ചു മോളെ, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? കണ്ണേട്ടൻ ലച്ചു, അത് പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. എന്നാലും നിനക്കിത് പെട്ടെന്ന് എന്താ പറ്റിയേ? അത് ലച്ചു, നീ എന്തിനിപ്പോ താഴേക്ക് വന്നത്? അത് ഞാൻ കരുതി അച്ഛൻ. നീ ചെല്ലാൻ നോക്ക്, അച്ഛൻ വരുമ്പോ ഞാൻ വിളിക്കാം. അല്ല, പറയുന്ന കേക്ക്, പോയി കിടക്കാൻ നോക്ക്. അല്ലടാ, കണ്ണേട്ടന് കുടിക്കാൻ എന്തേലും. നിന്നോട് ചെല്ലാനല്ലേ ലച്ചു ഞാൻ പറഞ്ഞേ. അവനെന്തേലും കുടിക്കാൻ വേണമെങ്കിൽ ഞാൻ കൊടുത്തോളാം. ഓക്കെ, ശരി കണ്ണേട്ടാ. ഹർഷ, നിന്നോട് ചോദിക്കുന്ന കേൾക്കുന്നില്ലേ? നിന്റെ പ്രശ്നം എന്താ? ഞാൻ അവളോടൊന്ന് സംസാരിച്ചു എന്ന് വെച്ചിട്ട് നിനക്ക് എന്താ? നീ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നേ? അല്ലേ തന്നെ ഇങ്ങനെ പെരുമാറാൻ വേണ്ടിട്ട് ഞാൻ അത്ര വലിയ തെറ്റാണോ നിന്നോട് ചെയ്തത്? ശരിയാ, നമുക്കിടയിൽ രഹസ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ ആടാ. അവളായിട്ട് നിന്നോട് സർപ്രൈസ് ആയിട്ട് അവതരിപ്പിച്ചോളാന്ന് പറഞ്ഞോണ്ടാ ഞാൻ, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല. നീ ഒന്ന് മനസ്സിലാക്കെന്നെ. ഹർഷ, നീ ഞാൻ പറയുന്നവനോ കേൾക്കുന്നുണ്ടോ? ഹർഷ, എന്താ 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 നിനക്ക് അറിയേണ്ടത്? നിന്റെ ഭാഗത്ത് വല്ല തെറ്റും ഉണ്ടോന്നോ? എന്നാ നീ കേട്ടോ, നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. തെറ്റ് മൊത്തം ഞങ്ങളുടെ ഭാഗത്താ, ഞങ്ങളുടെ ഭാഗത്ത് മാത്രം. ഹർഷ, എന്താ? നീ പോലും അറിയാതെ നിന്നെ സ്നേഹിച്ചതാ എന്നെ ലച്ചു ചെയ്ത തെറ്റ്. അതിന് കൂട്ടു നിന്നതാ ഞാനും എന്റെ അച്ഛനും ചെയ്ത തെറ്റ്. നീ എന്റെ സോൾമേറ്റ് ആയതുകൊണ്ട് തന്നെ നിന്റെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതെല്ലാം ഞാനും അറിയുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വിശ്വസിച്ച് പോയതാ ഞാൻ ചെയ്ത തെറ്റ്. നീ എന്നോടിപ്പോ ചോദിച്ചില്ലേ നീ ചെയ്തത് അത്ര വലിയ തെറ്റാണോന്ന്? ഒരിക്കലും അല്ലടാ. ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നതും സ്നേഹിക്കുന്നതും അത്ര വലിയ തെറ്റൊന്നും അല്ല. എന്നോട് പറയാണ്ടിരുന്നതും അത്ര വലിയ തെറ്റൊന്നും അല്ല. പക്ഷെ അതിനു പകരം എനിക്ക് എന്റെ ലച്ചുവിന്റെ എല്ലാം പോട്ടെ. നീ പറയാഞ്ഞതോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ളതോ അല്ല പ്രശ്നം. കൂടെ നിന്ന കൂട്ടുകാരി ഇത്രയും നാള് കൂടെ നിർത്തിക്കൊണ്ട് ചതിക്കുമായിരുന്നു എന്നുള്ള സത്യം ഉണ്ടല്ലോ, അതാ എന്റെ ലച്ചുവിനെ തളർത്തി കളഞ്ഞത്. എടാ, നീ ഇത് എന്തൊക്കെയാ? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല വരണേ. കാരണം ലച്ചുവിന്റെ മനസ്സിൽ എന്താണെന്ന് അവൾ നിന്നെ അറിയിച്ചിട്ടില്ല. പക്ഷെ അവളുടെ ചുറ്റിനും ഉണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും അറിയാം അവക്ക് നീ ആരാണെന്ന്. എന്തിനും നിന്റെ നിത്യയ്ക്ക് പോലും അറിയാം ലച്ചു നിന്നെ എങ്ങനെയാ കാണണേന്ന്. അവൾ ആദ്യം നിത്യോടാ പറഞ്ഞത് അവക്ക് നിന്നെ ഇഷ്ടാണെന്ന്.
അത് അവളിൽ ഊട്ടി ഉറപ്പിച്ചു കൊടുത്തത് നിത്യ തന്നെ. എന്നിട്ട് അവസാനം അവളെന്താ എന്റെ ലച്ചുവിനോട് കാണിച്ചത്? കൂടെ നിന്ന് ചതിക്കല്ലായിരുന്നു ആ പാവത്തിനെ. അല്ലായിരുന്നോ? എടാ ഹർഷ, ഇതൊന്നും എനിക്ക് നിത്യ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയൂ അവള് നിന്നോട്? അവളുടെ കളത്തരങ്ങളെല്ലാം പൊളിയത്തില്ലേ അല്ലേ? ഹർഷ, നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞു പോയതാ. എന്റെ കൊച്ചിനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യടാ. അതാ ഒരു രീതിയിലെല്ലാം ഒന്ന് ഓക്കെ ആയി വന്നതാ. സർജറിക്കുള്ള ഡേറ്റ് വരെ എടുത്തതാ, നിനക്കറിയാലോ. പക്ഷെ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാരണം ഡോക്ടർ പറയണത് എന്താണെന്നറിയോ? നടക്കില്ലാന്ന്, സർജറി ചെയ്യാൻ പറ്റില്ലാന്ന്. മെന്റൽ ഹെൽത്ത് ഇല്ലാത്തൊരു പേഷ്യന്റിന് എങ്ങനെ? അവക്ക് നിന്നെ ഒരുപാട് ഇഷ്ടാടാ. നീയും നിത്യം തമ്മിൽ റിലേഷനിലാന്ന് അറിഞ്ഞപ്പോ എന്റെ ലച്ചു അവള് തകർന്നു പോയടാ. ഹർഷ, അരുണെ ചോദിക്കുന്നുണ്ട്, ഒന്നും വിചാരിക്കരുത്. ഒരു ചാൻസ് അവക്ക് കൊടുക്കാൻ പറ്റൂ നിനക്ക്? എടാ, എനിക്ക് എന്നെ കൊണ്ട് നമ്മുടെ ലച്ചുവിനെ... സോറിടാ, സോറി. എനിക്കറിയാം നിനക്ക് നിന്റേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ട്. വെറുതെ ഇല്ലാത്ത സ്നേഹമൊന്നും ആരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ പറ്റത്തില്ലല്ലോടാ. അങ്ങനെ വാങ്ങിക്കൊടുത്താലും അവിടെ സ്നേഹം ഉണ്ടാകത്തില്ലല്ലോടാ. നീ നീ ഇതൊന്നും മനസ്സിലെടുത്ത് വെച്ചേക്കണ്ട. ഞാൻ എൻ്റെ വിഷമത്തിൻ്റെ പുറത്ത് ഉണ്ടാ. അപ്പോൾ ലച്ചുവിൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാനാണോ? ഒരിക്കലും ഇല്ലടാ. പിന്നെ അവളിതൊക്കെ പെട്ടെന്നറിഞ്ഞപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റിയില്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവളിപ്പോൾ ഓക്കെയാടാ, ഓക്കെയാ. ഉണ്ടാ ഞാൻ ലച്ചുവിനെ അങ്ങനൊന്നും... സാരമില്ല, എനിക്കറിയാം നീ അവളെ അങ്ങനൊന്നും കണ്ടിട്ടില്ല എന്ന്. അത് അവളെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ വെറുതെ... നീ നിത്യം നല്ല ജോഡിയാടാ, നല്ല ജോഡിയാ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. പിന്നെ നിനക്ക് വിഷമാവൂന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുമോ, നീ ഇനി എൻ്റെ ലച്ചുവിൻ്റെ മുന്നിൽ വരരുത്. അവളെ ഇനി... ഹർഷ പ്ലീസ് ഡാ, അവളെ ഇനി ഇങ്ങനെ കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഹർഷ, അവളും അങ്ങനെങ്കിലും നിന്നെ ഒന്ന് മറന്നോട്ടടാ. ലച്ചു, ലച്ചു, എന്താടാ, എന്താ എന്റെ കൊച്ചിന് പറ്റിയേ? നീ എന്താ ഈ ലൈറ്റ് പോലും ഇടാണ്ട് ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്നേ? സമയം ഇത്രയല്ലേ, ഇരുട്ടിയൊന്നും ഞാൻ അറിഞ്ഞില്ല, ലൈറ്റ് ഇടാൻ മറന്നതാ. എന്താടാ, നീ കരയുമായിരുന്നു? കരയാനോ? എന്തിന്? അച്ഛന് വെറുതെ തോന്നിയതാവും. എന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് വാടിയാതെ എനിക്കറിയാൻ പറ്റും. എന്നിട്ടാ നീ എന്നോട് കള്ളം പറയുന്നേ? ഞാനോ അച്ഛനോട് കള്ളം പറയാനോ? അച്ഛന് തോന്നിയതാ, ഞാൻ കരഞ്ഞൊന്നുമില്ല. ഇന്ന് വരുൺ വന്നായിരുന്നല്ലേ? കണ്ടിട്ട് വന്നായിരുന്നു. അവനെ കണ്ടോണ്ടാണോ എന്റെ മോളുടെ മുഖം? എന്റെ മുഖത്ത് എന്താ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? കണ്ടിട്ട് കണ്ടോന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് പറ്റാനാ? നീ ഇങ്ങനെ എന്റെ മുന്നിൽ മറച്ചു പിടിക്കണ്ട. നിന്റെ മനസ്സിലെന്താന്ന് ഈ അച്ഛന് നല്ലപോലെ അറിയാം. അവൻ നിനക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നിനക്ക് തന്നെ അവനെ കിട്ടും. അച്ഛനാ പറയുന്നത്. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല, മോള് കിടന്നു. അച്ഛനും നല്ല ക്ഷീണമുണ്ട്, ഞാനും കിടക്കാൻ പോവാം.
അച്ഛ ഉം. അച്ഛൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയാ, എന്നോടുള്ള സ്നേഹം കൂടുതൽ കാരണം ആരിൽ നിന്നും ഒന്നും തട്ടിയെടുക്കാൻ ശ്രമിക്കില്ല എൻ്റെ അച്ഛൻ. അങ്ങനെ കിട്ടുന്നതൊന്നും എനിക്ക് വേണ്ടതാനും. ഞാൻ കാരണം ആർക്കും ഒന്നും നഷ്ടപ്പെടാൻ പാടില്ല. ആരുടെ സന്തോഷവും ഇല്ലാണ്ടാവാനും പാടില്ല. ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അർഹതയില്ലാത്തത് ആഗ്രഹിച്ചതാ എൻ്റെ തെറ്റ്. അത് എൻ്റെ മാത്രം തെറ്റാ. അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ അച്ഛൻ കാരണം അവർക്ക് സങ്കടപ്പെടേണ്ടി വരരുത്. അങ്ങനെ വരില്ല എന്ന് അച്ഛൻ എനിക്ക് പ്രോമിസ് ചെയ്ത് തരണം. ആരിൽ നിന്നും ഒന്നും പിടിച്ചു വാങ്ങി ശീലമല്ലേ ഈ അച്ഛന്. അതുകൊണ്ട് മോൾ അത് ഓർത്ത് വിഷമിക്കണ്ട. പക്ഷേ ഞാൻ എൻ്റെതായ രീതിയിൽ ഒരു ശ്രമം നടത്താണ്ടിരുന്ന അത് മോളെന്തായാലും കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. അങ്കിൾ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? നിനക്ക് അറിയത്തില്ലല്ലേ ഞാൻ എന്തിനാ നിന്നെ കാണണമെന്ന് പറഞ്ഞ്? ശരി, എങ്കിൽ ഞാൻ തന്നെ പറയാം. നീ എന്തായാലും ലച്ചുവിനോട് ഇങ്ങനെ കാണിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിന്നെ ഞാൻ എന്റെ സ്വന്തം മോളപ്പല്ലല്ലേ കണ്ടത്. ഒന്നിനും ഒരു കുറവും വരുത്താണ്ട് ഒരു വേർതിരിവും കാണിക്കാണ്ട് ലച്ചുവിന് ചെയ്യണ പോലെ തന്നെയല്ലേ നിനക്കും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നത്. എന്നിട്ട് നീ ഇനിയിപ്പോ കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അതോടെ ഞാൻ വന്ന കാര്യം പറയാം. എന്റെ ലച്ചുവിന് വേണ്ടിയിട്ട് നീ വരുണ്ട ലൈഫിൽ നിന്ന് മാറി നിൽക്കണം. നിങ്ങൾ എന്താ പറയുന്നേ? എന്റെ കൊച്ചിന്റെ മനസ്സിൽ അവനോടുള്ള താല്പര്യം ഊട്ടി ഉറപ്പിച്ചു കൊടുത്തത് നീയാ. അത് വെച്ചിട്ട് നീ കുറെ മുതലെടുത്തതുമാണല്ലോ അവളെ. അങ്കിളെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരുണ്ട ലൈഫിൽ നിന്ന് പോവെന്ന് വിചാരിക്കണ്ട. അല്ലേ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങനെ എന്നോട് പറയാൻ തോന്നി? നിങ്ങളുടെ മകളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ പ്രണയം വേണ്ടെന്ന് വെക്കണം. അത് ഒരിക്കലും നടക്കാൻ പോണില്ല. നടക്കും. ഇല്ലെങ്കിൽ നടത്താൻ ഈ വിശ്വനാഥൻ അറിയാം. നിന്റെയൊക്കെ മുന്നിൽ കളിച്ചു ചിരിച്ചു നിൽക്കണ വിശ്വനാഥനെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം എനിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. എന്റെ മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും എനിക്ക് ഒരു മടിയുമില്ല. നിങ്ങളെന്നെ ഭീഷണിപ്പെടുത്തുവാണോ? നിങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണേന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്യ്. പക്ഷെ ഒരിക്കലും ഞാൻ വരുണ്ട ലൈഫിൽ നിന്ന് മാറിപ്പോകുമെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണ്ട. ശരി, വേണ്ട, വരണ്ട. നീ എന്റെ ലച്ചുവിനെ വിട്ട് തരണ്ട. പക്ഷെ പകരം നീ ഇത്രയും നാളും നിന്റെ മറ്റടുത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടും പറഞ്ഞ് എന്റെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയെടുത്ത കുറെ ക്യാഷ് ഉണ്ടല്ലോ, അതൊരു നയാ പൈസ പോലും കുറയാണ്ട് നാളെ വൈകിട്ട് തന്നെ എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പൊന്നു മോളെ, നിന്നെ കേട്ടേണ്ട അടുത്ത് കേട്ടാൽ നീ വിശ്വനാഥൻ അറിയാം. പിന്നെ അവള് തന്ന ക്യാഷിനൊന്നും കണക്കില്ലാന്ന് വിചാരിച്ച് 10-9 കൊണ്ടുവന്ന് എന്നെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. നിന്റെ അമ്മയുടെ സർജറി, അച്ഛന്റെ കടങ്ങള്, ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്ക് വെച്ച് നീ അവളുടെ കയ്യിൽ നിന്ന് 1-2 രൂപയൊന്നും അല്ല വാങ്ങിക്കൂട്ടിയത്. ലക്ഷങ്ങള്. അതിനെല്ലാം ലച്ചുവിന്റെ കയ്യിൽ കണക്കില്ലേലും എന്റെ കയ്യിൽ കണക്കുണ്ട്. അത് അങ്ങനെയൊക്കെ പറഞ്ഞ അത് ലക്ഷ്മിയോട് എനിക്ക് തന്നതല്ലേ? ലച്ചുവായിട്ട് നിനക്ക് തന്നതോ അതോ ഇല്ലാത്ത ഓരോ കഥകൾ ഉണ്ടാക്കി എന്റെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് വാങ്ങി എടുത്തതോ? നീ ഇത്രയും നാളും നിന്നെ എന്റെ മോളായിട്ട് കണ്ടോണ്ടാ ലച്ചു ഓരോ വട്ടവും നിന്റെ മറ്റടുത്ത കഥകളും എന്ന് പറയുമ്പോ അതിന്റെ പിന്നാലെ ഒന്ന് അന്വേഷിച്ചു പോകാണ്ട് നിന്നെ വിഷമിപ്പിക്കണ്ട, സങ്കടപ്പെടുത്തണ്ടെന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ക്യാഷ് കൊടുത്ത് വിട്ടോണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അന്വേഷിക്കുമ്പോഴാ അതെല്ലാം നിനക്ക് ദൂർത്തടിക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്ന് മനസ്സിലായത്. എന്തിന് ആ കാശൊന്നും മുഴുക്കാഞ്ഞിട്ട് നീ ആ പാവം വരുന്ന വരെ പിഴിഞ്ഞോണ്ടിരിക്കുകയല്ലായിരുന്നു? അല്ല, ഈ പ്രായത്തിൽ ഇതിനു വേണ്ടി ചെലവെന്താ നിനക്ക്? വേറെ ആർക്കും ഇല്ലാത്ത പോലെ. അതൊക്കെ ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇത്രയും നാളും കൂടെ നിന്ന് പറ്റിച്ചതൊക്കെ കൈ കാണുമല്ലോ. ഞാൻ പറഞ്ഞ കണ്ടീഷന് നീ ഓക്കെ അല്ലാത്ത സ്ഥിതിക്ക് നാളെ വൈകിട്ട് കൃത്യമായിട്ട് ആ ക്യാഷ് ഒന്ന് കൊണ്ട് എത്തിച്ചേക്കണം. അത് അങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ ഇത്രയും ക്യാഷ് എങ്ങനെ വാങ്ങിച്ച് കൂട്ടാന്നേരം ഈ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലല്ലോ. തിരിച്ചു തന്നേക്കണമെന്ന് പറഞ്ഞപ്പോഴാണോ നിനക്ക് ഇത്ര വലിയ ബുദ്ധിമുട്ട്? അത് പിന്നെ നീ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്റെ കൊച്ചിന്റെ കൂടെ നിന്ന് അവക്ക് ഇത്രയും വലിയൊരു പണി കൊടുത്തിട്ട്
ഞാൻ നിന്നോട് എന്താ ഇത്രയും മാന്യമായിട്ട് സംസാരിക്കുന്നതെന്ന്. ഇതിനേക്കാളും നല്ല രീതിയിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാ. കാരണം ഒരു സമയത്ത് നിന്നെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലാ കണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഈ രീതിക്ക് ഡീൽ ചെയ്യാൻ നോക്കുന്നത്. അതുകൊണ്ട് പൊന്നുമോള് വേറെ ഉഡായിപ്പ് പരിപാടിക്കൊന്നും നിൽക്കാണ്ട് മര്യാദയ്ക്ക് നാളെ തന്നെ ക്യാഷ് കൊണ്ട് എത്തിക്കാൻ നോക്കും. അല്ലെങ്കിൽ ഈ രീതി അങ്ങ് മാറും. മോളായിട്ടാ മോനായിട്ടാ കണ്ടെന്നൊക്കെ ഞാനങ്ങ് മറക്കും. ശരിയപ്പോ ഇതിപ്പോ ഇത്രയും ക്യാഷ് ഞാൻ അതെ, നിങ്ങൾ പറഞ്ഞ കണ്ടീഷന് ഞാൻ ഓക്കെയാ. അത് നിങ്ങൾ ആദ്യം പറഞ്ഞ കണ്ടീഷന് ഞാൻ ഓക്കെയാണ്. ശരിക്കും ആലോചിച്ചിട്ടാണോ? ആണ്. പക്ഷേ എനിക്കുണ്ടൊരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഞാൻ വരുണെ വിട്ടു തന്ന അതിൽ എനിക്കെന്ത് ലാഭമുള്ളത്? നീ തരാനുള്ള ക്യാഷെല്ലാം ഞാൻ എഴുതി തള്ളിക്കളഞ്ഞ അത് നിനക്ക് ലാഭമല്ലേ? അങ്കിളെ, അതൊക്കെ പഴയ കണക്ക്. ദാ ഇപ്പൊ ഇവിടെ വെച്ച് നമ്മൾ തമ്മിൽ പുതിയ കണക്ക് തുടങ്ങും. നീയാൾ കൊള്ളാലോ. എനിക്കും ജീവിക്കണ്ടേ? ശരി, നിന്റെ കണ്ടീഷൻ പറ. നിങ്ങളുടെ കമ്പനിയിൽ ഒരു സ്ഥിര ജോലി, പിന്നെ ഒരു 5 ലക്ഷം രൂപയും. ഇതാണല്ലേ നിനക്ക് അവനോടുള്ള ആത്മാർത്ഥ സ്നേഹം. എന്തായാലും നീ അവന്റെ പ്രണയത്തിനിട്ട വില അത് കൊള്ളാം, എനിക്കിഷ്ടായി. നീ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തേലുമൊക്കെ ഡ്രാമ കാണിച്ചു കൂട്ടുമെന്നാ വിചാരിച്ചത്. ഇതിപ്പോ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ നീ എന്തായാലും ഇതുപോലൊരു ഡിമാൻഡ് വെച്ചിട്ടായാലും നീ സമ്മതിച്ചല്ലോ. അപ്പൊ ഞാൻ നിനക്ക് എന്തെങ്കിലും സമ്മാനം തരണ്ടേ? ഞാൻ കൂടെ കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ടിവരില്ല എന്നാ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇനിയിപ്പോ തന്നേക്കാം. മോനെ, നിന്റെ സ്വഭാവത്തിൽ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടായാലും നീ ഇതിന് സമ്മതിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നീ വരുണോട് ചെന്ന് പറയാൻ പോകുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. എനിക്ക് എൻ്റെ കൊച്ചിന്റെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് ഞാൻ ഇവനെയും കൂടെ കൂട്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്കിത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ റിയൽ ക്യാരക്ടർ എന്തായിരുന്നു എന്ന് ഇവനെ ഒന്ന് അറിയിപ്പിച്ചു കൊടുക്കണമെന്ന്. അതെന്തായാലും സാധിച്ചു. എന്തായാലും ഞാനായിട്ട് ആരെയും ഒന്നിനും ഫോഴ്സ് ചെയ്യാൻ വരണില്ല. അങ്ങനെ കിട്ടുന്നതൊന്നും എൻ്റെ മകൾക്കും ആവശ്യമില്ല. ശരിയെങ്കിൽ ഒരക്ഷരം മിണ്ടി പോകരുത്. പണ്ട് മുതലേ നിനക്ക് കാശിന്റെ കാര്യം വരുമ്പോൾ കുറച്ച് അത്യാർത്തി കൂടുതലാ. അതെല്ലാം നിന്റെ സാഹചര്യം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അതിനു വേണ്ടി നീ നമ്മുടെ പ്രണയം പോലും. അവരൊക്കെ നിന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതൊന്നും സത്യാകലെന്നായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത്. പക്ഷെ ഞാനെല്ലാം നേരിക്കേട്ടപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിന്നെ പോലൊരുത്തിയാണോ ഞാൻ ഇത്രയും നാൾ കണ്ണടച്ച്? എന്ത് കോപ്പാന്ന് എനിക്കിനി പറയാനുള്ള? നിന്നെ ഞാൻ എങ്ങനെയാ സ്നേഹിച്ചേ? ഇത്രയും നാളും നീ എന്നെ പൊട്ടനാക്കുമായിരുന്നല്ലേ? എന്നെ മാത്രമല്ല, നീ ലച്ചുവിന്റെ ഫീലിങ്സും വെച്ചാ കളിച്ചത്. നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനൊക്കെ? എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. നിന്നെപ്പോലൊരുത്തിയാണല്ലോ ഞാൻ ഇത്രയും നാളും. നിനക്കിനി എന്നോട് വെറുപ്പൊക്കെ തോന്നും. അവക്ക് നിന്നോടുള്ള താല്പര്യം നിനക്ക് മനസ്സിലായ സ്ഥിതിക്ക് എന്നെ ഒഴിവാക്കേണ്ടത് ഇപ്പം നിന്റെ ആവശ്യമല്ലേ? എന്നാലല്ലേ നിനക്കവളെ എല്ലാ ചെറ്റത്തരവും ചെയ്തു കൂട്ടിയിട്ട് അവസാനം നീ അത് എന്നെ മണ്ട കൊണ്ട് ചാരുവാണോ? ഇനി മേല എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത്. നീ ഞാനുമായിട്ടുള്ള ബന്ധം ഇതോടെ അവസാനിച്ചു.
നിന്നെ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു അതിലിരട്ടി ഞാൻ നിന്നെ ഇപ്പം വെറുക്കുക. എനിക്ക് നിന്നോട് വെറുപ്പ് മാത്രം. വരണേ. ഉം. എന്താ അമ്മാവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉം. അല്ല, അന്ന് വേദയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ആലോചന, ആ ചെക്കൻ അടുത്ത മാസം അവസാനം തിരിച്ച് കുവൈറ്റിലേക്ക് പോവുക. അതിനു മുമ്പ് എന്തെങ്കിലും നടക്കുമെന്നറിയാൻ വിളിച്ചതാ. അമ്മ എന്താ പറഞ്ഞു? ഞാനെന്താ പറയാനാ, നീയല്ലേ പറയേണ്ടത്. നമുക്ക് ഓക്കെ ആണെങ്കിൽ ഈ ഞായറാഴ്ച അവർ അവളെ കാണാൻ വരാന്നാ പറഞ്ഞത്. അങ്ങനെ ഇപ്പൊ എന്നെ കാണാൻ ആരും വരണ്ട. അമ്മയോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ എനിക്കിതിന് താല്പര്യമില്ലെന്ന്. നിന്റെ അഭിപ്രായം ഇപ്പൊ ഇവിടെ ആരും ചോദിച്ചില്ല. എന്റെ കാര്യത്തിൽ ഞാൻ അല്ലാണ്ട് പിന്നെ വേറെ ആരും അഭിപ്രായം പറയണ്ടേ? എനിക്കിതിന് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ സമ്മതമല്ല. ഇത് നടക്കത്തില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അവളുടെ ലൈഫിന്റെ കാര്യം അവളല്ലാണ്ട് പിന്നെ വേറെ ആരാ അമ്മ തീരുമാനിക്കേണ്ടത്? എടാ, നീ ഇവളുടെ കൂടെ കൂടി. ഇവൾ കൊച്ചു പെണ്ണല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവളുടെ ഇഷ്ടത്തിന് വിടാൻ പറ്റുമോ? ഞാൻ അത്ര കൊച്ചു പെണ്ണൊന്നും അല്ല. ആരെ കെട്ടണം എപ്പോൾ കെട്ടണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പക്വത എനിക്കുണ്ട്. വല്ലാത്ത പക്വതയാ. നീ വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാൻ നിൽക്കരുത്. നിന്റെ മനസ്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ? അത് അമ്മ ദാ ഇനി വല്ലവന്മാരും കണ്ടു വെച്ചിട്ടാണ് മോൾ ഈ കിടന്ന് തുള്ളുന്നെങ്കിൽ എന്റെ പൊന്നു മോളെ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരെ. അത് ഈ വീട്ടിൽ നടക്കത്തില്ല. ഞാൻ അതിനിട്ട് സമ്മതിക്കത്തുമില്ല. അമ്മ അത് വേദ, നീ ഇപ്പൊ ചെല്ലേ. ഏട്ടാ, ചെല്ലാനല്ലേ പറഞ്ഞ നിന്നോട്? ഇവരുടെ മട്ടും പാവം കണ്ടിട്ട് എന്തോ വശപ്പശ കൊണ്ട് ഇനി വല്ല ഏടാകൂടത്തിലും ചെന്ന് പെട്ടോ ആവോ. അമ്മ ഇപ്പൊ എന്തായാലും അമ്മ അവരുടെ അടുത്തൊന്നും പറയാൻ നിൽക്കണ്ട. എടാ, അത് അമ്മ ഞാൻ പറയുന്ന കേക്ക്. സമയമാകുമ്പോ ഞാൻ പറയാം. എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഇനി ഇതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. നീ ഒരു കാര്യം ആലോചിക്കണം. ഇനി കൂടിപ്പോയാൽ 2 മാസം കൂടി ഉള്ള അവളുടെ. എനിക്കറിയാം. അമ്മ ഒന്ന് സമാധാനപ്പെട്. വരണേ. എന്താ നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? വേദം നിന്നോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. നിന്റെ തീരുമാനം എന്താ? എൻ്റെ തീരുമാനം എന്താണെന്ന് ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞതല്ലേ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ? എടാ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അമ്മ വരണേ, ഞാൻ ഇപ്പോഴും നിന്റെ അടുത്ത് പറയാം. ഞാൻ ആൻറ്റിയോട് സംസാരിക്കാം. പക്ഷെ ആൻറ്റി പറയുന്നത് പോലെ 2 മാസത്തിനുള്ളിലൊന്നും പെട്ടെന്ന് മാരേജ് നടത്താനൊന്നും പറ്റത്തില്ല. ഇത് ഞാൻ നിങ്ങളോട് അന്ന് മുതലേ പറയുന്ന കാര്യമല്ലേ. പിന്നെ നിനക്കെന്താ മനസ്സിലാവാത്തെ? എടാ, അമ്മ അങ്ങനെ പറയുന്നതിന്റെ റീസൺ നിനക്ക് അറിയത്തില്ലേ? 2 മാസം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇനി 4 വർഷം കഴിഞ്ഞുള്ള അവർക്ക് വിവാഹത്തിനുള്ള യോഗം. അതാ ഇങ്ങനെ. ഞാൻ അത്രയും നാൾ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? എടാ, നീ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാ അവരൊക്കെ പണ്ടത്തെ ആൾക്കാരാ. അവർക്ക് ഇമാതിരി കാര്യങ്ങളിലൊക്കെ കുറച്ചധികം വിശ്വാസം കൂടുതലാ. ഇപ്പൊ നടന്നില്ലേ പിന്നെ 4 വർഷം കാത്തിരിക്കുന്നതിനിടയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന അമ്മയുടെ പേടി. അതാ ഇങ്ങനെ പെട്ടെന്ന്. വേറെ എന്ത് സംഭവിക്കാൻ? അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നലും മാത്രം. വെറുതെ ഓരോ. എന്തായാലും ലച്ചുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാണ്ട്
അവൾക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിച്ച് കൊടുക്കാണ്ട് ഞാൻ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഡാ അപ്പു വേദ വരണേ, ലച്ചുവിന്റെ വിവാഹം കഴിയാണ്ട് ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇത് ഞാൻ അവളോടും പറഞ്ഞതാ, അവൾ അതിന് ഓക്കെയും പറഞ്ഞതാ. പിന്നെ ഇപ്പൊ എന്താ? എടാ അമ്മയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നതിന് അവൾക്കൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ അമ്മ പിന്നെ സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങളെല്ലാം തീരുമാനിക്കാൻ തുടങ്ങും. ഇപ്പോഴാണെങ്കിൽ അമ്മാവനും കൂട്ടുണ്ട് അമ്മയ്ക്ക്. എനിക്കാണെങ്കിൽ അവളുടെ സങ്കടം കാണാനും വയ്യ. നിനക്ക് നിന്റെ അനിയത്തിയുടെ കാര്യത്തിലുള്ള അതേ വിഷമം തന്നെ എനിക്ക് എൻ്റെ ലച്ചുവിന്റെ കാര്യത്തിലും ഉള്ളത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവാണ്ട് എനിക്ക് ഞങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ പറ്റത്തില്ല. അപ്പൊ ഇനി ഒരിക്കലും ലച്ചുവിന്റെ വിവാഹം നടന്നില്ല നീ വേണ്ടെന്ന് വെക്കുവോ? അങ്ങനൊരു സാഹചര്യം ഉണ്ടായ ചിലപ്പം വേണ്ടാന്ന് വെക്കും. എടോ നീ അവളെ നിന്നെ വിശ്വസിച്ചല്ലേടാ അവള്. നീ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല വരണേ. വേദ വിഷമിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലച്ചുവിനെ അങ്ങനെ കണ്ടവരുടെ കയ്യിലൊന്നും പിടിച്ചേൽപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. നിനക്ക് അവളുടെ സങ്കടം കണ്ടോണ്ടിരിക്കാൻ വയ്യെങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ ലച്ചുവിനെ ഒന്ന് കേട്ട്. എന്തേ പറ്റുമോ? ഇല്ലല്ലേ? എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അല്ലേ? നിനക്ക് അവളുടെ സങ്കടം കണ്ടോണ്ടിരിക്കാൻ വയ്യെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ ലച്ചുവിനെ ഒന്ന് കേട്ട്. എന്തേ പറ്റുമോ? കണ്ണേട്ടൻ എന്തിനാ എന്നെ? ഹലോ ഹലോ ലച്ചു. ആ പറ കണ്ണേട്ട. അത് എനിക്ക് നിന്നെ ഒന്ന് കാണണമായിരുന്നു. ആ കാണണമെന്നോ? എന്താ കണ്ണേട്ട പ്രത്യേകിച്ച്? അത് ഞാൻ കാണുമ്പോൾ പറയാം. നീ വരില്ലേ? അത് കണ്ണേട്ട പ്ലീസ് ലച്ചു വരണം, എനിക്ക് നിന്നോട് സംസാരിക്കണം. ആ ശരി, എവിടാന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരാം. ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടേക്കാം. ആ ശരി. കണ്ണേട്ടൻ എന്താ എന്നോട് പറയാനുള്ള? അത് ലച്ചു നിനക്കറിയാലോ വേദയും ഹർഷനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം. അറിയാം. അതിനിപ്പം എന്താ പറ്റിയേ? വീട്ടിലമ്മ വേദയ്ക്ക് വേറെ കല്യാണം ആലോചിക്കുക. അതെന്താ ഇപ്പൊ ഇത്ര പെട്ടെന്ന്? അത് അമ്മയുടെ ഓരോരോ അവരെയൊന്നും പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ലല്ലോ. അല്ല, എന്നിട്ട് ഹർഷേട്ടൻ എന്താ പറഞ്ഞേ? അത് ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറയുന്നത് നിന്റെ വിവാഹം കഴിയാണ്ട് അവരുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ലെന്നാ. പക്ഷെ വേദയ്ക്ക് അത്രയും നാൾ അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. നീയൊന്ന് അത് കണ്ണേട്ട, ഇതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. ഹർഷേട്ടൻ ഇതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞതുമില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഏട്ടനോട് സംസാരിക്കാം. ഞാൻ കാരണം വെറുതെ എന്തിനാ വേദ കൂടി വിഷമിക്കുന്നത്? ഞാൻ ഹർഷേട്ടനോട് സംസാരിച്ചോളാം.
കണ്ണേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഹർഷനോട് സംസാരിക്കണമെന്ന് പറയാനല്ല ഞാൻ ലച്ചുവിനെ കാണാൻ വന്നത്. ആ പിന്നെന്താ? അത് അത് ലച്ചുവിനെ ഇപ്പോഴും ഇഷ്ടമാണ്. ആ, അത് കണ്ണേട്ട, എനിക്കറിയാം നിനക്കെന്നെ ഇപ്പോഴും ഇഷ്ടമാണെന്ന്. എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എന്നെക്കൊണ്ട് നിന്നെ ഇഷ്ടപ്പെടാൻ കഴിയും. അതിനെനിക്ക് കുറച്ച് സമയം തന്നാൽ മതി. ഞാനെല്ലാം ശരിയായിക്കോളാം. എല്ലാം ശരിയാവുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. കണ്ണേട്ട, ഇതെന്താ ഈ പറഞ്ഞു വരുന്നത്? അത് എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ വേദയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ കണ്ണേട്ടൻ ഇതിന്? അല്ല, വേദയെക്കുറിച്ച് മാത്രം ആലോചിച്ചിട്ടല്ല, നിന്നെക്കുറിച്ച് കൂടി ആലോചിച്ചിട്ടാ. കണ്ണേട്ട, അത് വേണ്ട. ഏട്ടന് നിത്യയ്ക്ക് ഒരു വട്ടവും കൂടി ഒരു ചാൻസ് കൊടുത്ത് നോക്കിക്കൂടെ? അവൾക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും തുറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു അടഞ്ഞ അധ്യായമാണ് നിത്യ. അതിനെ ആര് വിചാരിച്ചാലും തുറക്കാൻ പറ്റില്ല. എനിക്കത് തുറക്കുന്നതിനോട് വലിയ താല്പര്യവുമില്ല. ഞാനിപ്പോൾ നിന്നോട് ചോദിക്കാം, നിനക്കിപ്പോഴും എന്നോട് ആ പഴയ ഇഷ്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നിനക്കെന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ?